ഹരി ഓം. ദശകം 26, ശ്ലോകം 4. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാനപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മദാന്തസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത്പ്രണിന്നോഭിരേമേ. പദച്ഛേദം നോക്കാം. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സഹ അയം ഖേദാൻ അപ്രജാനൻ കദാചിത്. സോയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തഃ സരസ്യാം. ശൈലപ്രാന്തേ ഘർമ്മതാന്തഃസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത് പ്രണുന്നഃ അഭിരേമേ. യൂഥൈഃ സാർദ്ധം ത്വത് പ്രണുന്നോഭിരേമേ. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാനപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മദാന്തഃസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. സഹ അയം സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ ച ഖേദാൻ അപ്രജാനൻ. സഹ അയം, ആ ആന, സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ ച, ആന തൻ്റെ ശക്തി കൊണ്ടും ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും ഖേദാൻ അപ്രജാനൻ, യാതൊരു ദുഃഖവും അറിയാതെ കഴിയുമ്പോൾ, കദാചിത്, ഒരിക്കൽ, ഘർമ്മതാന്തഃ, ആ വേനലിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്ന്, ശൈലപ്രാന്തേ സരസ്യാം, പർവ്വതച്ചരിവിലുള്ള താമരപ്പൊയ്കയിൽ, ത്വത്പ്രണുന്നഃ യൂഥൈഃ സാർദ്ധം അഭിരേമേ. ത്വത്പ്രണുന്നഃ, നിന്തിരുവടിയുടെ പ്രേരണ മൂലം, യൂഥൈഃ സാർദ്ധം അഭിരേമേ, നിന്തിരുവടിയുടെ പ്രേരണ മൂലം ഇറങ്ങിച്ചെന്ന് ആനകളോടുകൂടി ക്രീഡിച്ചു രസിച്ചു. അപ്പം സഹ അയം സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ ഖേദാൻ അപ്രജാനൻ, ആ ആന തൻ്റെ ശക്തി കൊണ്ടും ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും യാതൊരു ദുഃഖവും അറിയാതെ കഴിയുമ്പോൾ, കദാചിത് ഘർമ്മതാന്തഃ ശൈലപ്രാന്തേ സരസ്യാം. കദാചിത് ഘർമ്മതാന്തഃ ശൈലപ്രാന്തേ സരസ്യാം, ഒരിക്കൽ വേനൽ കാഠിന്യം കൊണ്ട് തളർന്ന് പർവ്വതച്ചരിവിലുള്ള താമരപ്പൊയ്കയിൽ, ത്വത്പ്രണുന്നഃ യൂഥൈഃ സാർദ്ധം അഭിരേമേ, നിന്തിരുവടിയുടെ പ്രേരണ മൂലം ഇറങ്ങിച്ചെന്ന് ആനകളോടുകൂടി ക്രീഡിച്ചു രസിച്ചു. അപ്പം എല്ലാം ഭഗവത് പ്രേരണയാലാണ് നടക്കുന്നത് എന്ന് കാണിക്കുവാൻ കൂടിയിട്ടാണ് ആന ആ വെള്ളത്തിൽ, ആ പൊയ്കയിൽ ഇറങ്ങിപ്പോയത് ആ നിന്തിരുവടിയുടെ പ്രേരണ മൂലമാണ് എന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ ആ മറ്റൊരു ജന്തുവിനും ആ സാധാരണമല്ലാത്ത ബലം കൊണ്ടും ആ ദിവ്യദേശത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടും തന്നേക്കാൾ ബലം കൂടിയ സത്വങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊന്നും ഈ ഗജേന്ദ്രൻ അറിഞ്ഞിരുന്നേയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം എന്താ പറ്റിയത്? ആ ഭഗവത് പ്രേരണയാൽ ഒരിക്കൽ ആ വേനൽക്കാലത്ത് വെയിൽ കൊണ്ട് തളർന്ന ഈ ഗജേന്ദ്രൻ ആ ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഋതുമത്ത് എന്ന് പറയുന്ന, ഋതുമത്ത് എന്നു പേരായ ഒരു ഉദ്യാനത്തിലെ തടാകത്തിൽ കൂട്ടുകാരായ ആ ഗജസമൂഹത്തോടു കൂടി ഇറങ്ങി കളിച്ചുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മദാന്തഃസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ.